സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10 വാക്യങ്ങൾ 46 മുതൽ. അവർ ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യരോടും വലിയ ജനാവലിയോടും കൂടി ജെറീക്കോ വിട്ടുപോകുമ്പോൾ തിമേയോസിൻ്റെ പുത്രനായ ബർത്തമേസ് എന്ന അന്ധയാചകൻ വഴിയിലിരിപ്പുണ്ടായിരുന്നു. നസ്രായനായ യേശുവാണ് പോകുന്നത് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചിയാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച കിട്ടണം. യേശു പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ സുപരിചിതമായ ഒരു വചനഭാഗമാണ് നാം കേട്ടത്. ബർത്തമേസ് പറയുന്ന അന്ധൻ യേശു കടന്നു പോകുന്നുവെന്നറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ഈശോയുടെ ചെവികളിലെത്തി. അവനെ വിളിച്ചു, അവനെ സൗഖ്യപ്പെടുത്തി. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവനെ കൊണ്ടൊന്നുകൂടി വ്യക്തമായി പറയിപ്പിക്കുകയാണ്. എനിക്ക് കാഴ്ച കിട്ടണം. അവനെ കാഴ്ച കിട്ടി. അവന് ഭാഗ്യമായ കാഴ്ചമല്ല, ആന്തരിക കാഴ്ച കൂടി കിട്ടി, വിശ്വാസത്തിൻ്റെ വെളിച്ചം കൂടി കിട്ടി. അതുകൊണ്ട് അവൻ ഈശോയെ അനുഗമിക്കുന്ന ഒരു ശിഷ്യനായി രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് തീക്ഷ്ണമായ ഒരു പ്രാർത്ഥന, കരുണയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. നമ്മൾ കാരുണ്യവർഷത്തിലാണ്. ഏറ്റവും നല്ല പ്രാർത്ഥന കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എന്ന് പറയാറുണ്ടല്ലോ. സാധകൻ്റെ സഞ്ചാരം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഒരു പിൽഗ്രീംസ് ജേർണി എന്ന് വേണമെങ്കിൽ പറയാം. റഷ്യൻ ബുക്കാണ്. അതിനകത്ത് ഒരിടത്ത് പറയുന്നുണ്ട്, ഒരു സന്യാസി ദേവാലയത്തിൽ പോയപ്പോൾ ഇങ്ങനെ കേട്ടു, എപ്പോഴും പ്രാർത്ഥിക്കണം, ഇവിടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വചനഭാഗം കേട്ടു. അപ്പം അന്ന് മുതൽ അയാൾ ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് ഇടപെടാതെ എപ്പോഴും പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്? അദ്ദേഹം പലരോട് ചോദിച്ചു, പല സന്യാസാശ്രമങ്ങളിൽ ചെന്ന് പലരോട് ചോദിച്ചു, എങ്ങനെയാണ് നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ ഒരു സന്യാസി അദ്ദേഹത്തോട് പറഞ്ഞു, എപ്പോഴും പ്രാർത്ഥിക്കാനുള്ളൊരു എളുപ്പവഴി, ദൈവമേ, കർത്താവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന അദ്ദേഹത്തിന് വളരെ സ്വീകാര്യമായിട്ട് തോന്നി. അന്നു മുതൽ അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് പ്രാർത്ഥനയുടെ ഒരു രൂപമാണ്. എനിക്ക് തോന്നുന്നു ബൈബിളിൽ ഒരു 6 തരത്തിലുള്ള പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ. രണ്ടാമത്തെ
തരത്തിലുള്ള പ്രാർത്ഥന എന്താണ്? അത് ശതാധിപൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അവിടെ ഒരു ശതാധിപൻ തൻ്റെ ഭൃത്തിന് വേണ്ടിയിട്ട് ഈശോയുടെ അടുക്കൽ വരികയാണ്. എൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്തണമേ എന്ന് ആവശ്യപ്പെടുകയാണ്. ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഒരാൾ വേറെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ്. വിശുദ്ധ മോനിക്ക തൻ്റെ മകനായ ആഗസ്തീനോസിന് വേണ്ടി 17 കൊല്ലക്കാലം മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ ശ്രേഷ്ഠമായൊരു പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. പൗലോസ്ലീഹ കൂടെ പറയുന്നുണ്ട്, നിങ്ങളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി അപേക്ഷകളാൽ, കൃതജ്ഞതാസ്തോത്രങ്ങളാൽ, യാചനകളാൽ പ്രാർത്ഥിക്കണം എന്ന്. മൂന്നാമത്തെ ഒരു പ്രാർത്ഥനയാണ് ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അത് നല്ല കള്ളൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും. അയാളുടെ കുരിശിൽ കിടന്ന സമയത്ത് അയാളുടെ ഏക വ്യഗ്രത അയാളുടെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അയാൾ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എന്നെ കൂടി ഓർക്കണമേ, എൻ്റെ ആത്മാവിനെ രക്ഷിക്കണമേ എന്നയാൾ പറയുകയാണ്. ഇത് ശ്രേഷ്ഠമായൊരു പ്രാർത്ഥനയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. ദൈവമേ എന്നെ സ്വർഗത്തിലെത്തിക്കണമേ, എൻ്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പണ്ടുകാലത്ത് കാരണവന്മാർ പ്രത്യേകിച്ച് മരിക്കാറാകുമ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്, ഈശോ മറിയ യോസേപ്പേ എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. നാലാമത്തെ ഒരു പ്രാർത്ഥനയാണ് നന്ദി പറഞ്ഞുള്ള പ്രാർത്ഥന. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 17-11 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. 10 കുഷ്ഠരോഗികളിൽ ഒരാൾ ഈശോയ്ക്ക് നന്ദി പറയാനായിട്ട് ചെല്ലുകയാണ്. 10 പേര് സുഖപ്പെട്ടു, ഒരാൾ മാത്രം ഈശോയ്ക്ക് നന്ദി പറയാൻ ചെല്ലുകയാണ്. ഇവന് മാത്രമേ തിരിച്ചു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തോന്നിയുള്ളല്ലോ എന്ന് ഈശോ അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിരന്തരം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ്. അതാണ് 1 തെസ്സലോനിയർ 5:16 പറയുന്നത്, എപ്പോഴും പ്രാർത്ഥിക്കുക, ഇടപെടാതെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിലും നന്ദി പറയുക. ഇതാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഗീതം. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് നമ്മൾ നിരന്തരം നന്ദി പറയണം. എല്ലാ സാഹചര്യങ്ങളിലും, ദുഃഖത്തിലും സന്തോഷത്തിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ ദൈവത്തിന് നന്ദി പറയാൻ കഴിയേണ്ടതാണ്. 5ാമത്തെ ഒരു പ്രാർത്ഥനയാണ് ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് കാണാൻ കഴിയും ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9ാമത്തെ അധ്യായം മുഴുവൻ ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരുണ്ട്, നല്ലതാണ്. അതുപോലെ തന്നെ സോളമൻ പ്രാർത്ഥിക്കുകയാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3ാമത്തെ അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങളിൽ സോളമൻ പ്രാർത്ഥിക്കുകയാണ്, ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിയുവാനുള്ള വിവേകം അല്ലെങ്കിൽ ജ്ഞാനം എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സോളമൻ പ്രാർത്ഥിക്കുന്നത്. ശ്രേഷ്ഠമായൊരു പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ ഹിതം അറിയണമെങ്കിൽ നമുക്ക് ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം കിട്ടണം. ആ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, ദൈവമേ സ്വർഗീയമായ രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. തോമസ് പോളിൻ്റെ ഈ ധ്യാനത്തിലെ പല കാര്യങ്ങളും നമുക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ ദൈവികമായൊരു വെളിച്ചം പ്രത്യേകമായിട്ട് വേണം, ദൈവിക ജ്ഞാനം വേണം. അപ്പോൾ ആ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ പ്രാർത്ഥനയെല്ലാം നല്ലതാണ്, പക്ഷേ ഇതിനേക്കാളെല്ലാം ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയുണ്ട്. അത് ദാവീദിൻ്റെ പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ കാണുന്നൊരു പ്രാർത്ഥനയാണ്. സങ്കീർത്തനം 63:1 ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. സോളമൻ ഒക്കെ ദൈവത്തിൻ്റെ ദാനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ജ്ഞാനം, വിവേകം, ഇതൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദാനങ്ങളെക്കാൾ ദാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. സങ്കീർത്തനങ്ങളിൽ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. 63-ാമത്തെ സങ്കീർത്തനം, 42-ാമത്തെ സങ്കീർത്തനം, അവിടെയൊക്കെ എന്താ കാണുന്നത്? കർത്താവേ, വരണ്ട ഭൂമി ജനത്തിനു വേണ്ടി എന്ന പോലെ അങ്ങേക്ക് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. നീർച്ചാൽ തേടുന്ന മാൻപേടെ പോലെ അങ്ങേക്ക് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. അപ്പം ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്ന സങ്കീർത്തകൻ്റെ ചിത്രം നമുക്ക് കാണാൻ കഴിയും. ദൈവത്തെ സ്വന്തമാക്കുക എന്നുള്ളതാണ് സങ്കീർത്തൻ്റെ ഏറ്റവും വലിയ വ്യഗ്രത. അതുകൊണ്ടാണ് 27-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത്, കർത്താവേ, ഒരു കാര്യമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ, ജീവിതകാലം മുഴുവൻ അങ്ങയുടെ അങ്കണത്തിൽ വസിക്കണം, അങ്ങയുടെ ആലയത്തിൽ വസിക്കണം. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും എൻ്റെ ജീവിതത്തിലെ സർവ്വപ്രധാനമായ ആനന്ദം. ദൈവത്തെ സ്വന്തമാക്കുക, ദൈവത്തോടൊപ്പം വസിക്കുക.
അപ്പോൾ ശരിക്ക് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താണ്? അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ഫേവേഴ്സ്, ദൈവത്തിൻ്റെ വരദാനങ്ങൾ, ദൈവത്തിൻ്റെ കൃപകൾ, അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തെ തന്നെ സ്വന്തമാക്കാനാണ്. പല മക്കൾ പലപ്പോഴും കാരണന്മാരെ സ്നേഹിക്കുന്ന അവരുടെ സ്വത്ത് കണ്ടിട്ടാണ്. സ്വത്താണ് അവർക്ക് വേണ്ടത്. സ്വത്തിൻ്റെ പേരിൽ മാതാപിതാക്കളെ അന്വേഷിക്കുന്നു, സ്നേഹിക്കുന്നു, നോക്കുന്നു. ഇതൊക്കെ പലരും ഇതുപോലെ ദൈവത്തിൻ്റെ സ്വത്താണ് അവർക്ക് വേണ്ടത്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് വേണ്ടത്. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കേണ്ടത് ദൈവത്തെ തന്നെയാണ്. ദൈവം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അനുഗ്രഹങ്ങൾക്ക് കുറവില്ല. ബ്രഹ്മാവ് ഉണ്ടെങ്കിൽ പിന്നെ ആയുസ്സിന് വഞ്ഞുകൊണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ദൈവം നമുക്കിടെ കൂടെ ഉള്ളപ്പോൾ പിന്നെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആദ്യമേ ദൈവരാജ്യം എടുത്ത് നീതി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്വന്തമാക്കുക. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ പ്രധാന വിഷയം അനുഗ്രഹങ്ങളെക്കാൾ അനുഗ്രഹദാതാവിനെ സ്വന്തമാക്കാനായിരിക്കണം. ദൈവമേ, അങ്ങയെക്കൊണ്ട് ഞാൻ നിറയട്ടെ, അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞാൻ നിറയട്ടെ, അവിടുത്തെ പുത്രൻ്റെ ചൈതന്യം കൊണ്ട് ഞാൻ നിറയട്ടെ, സ്ത്രീത്വ ദൈവം കൊണ്ട് ഞാൻ നിറയട്ടെ. ദൈവമേ, അങ്ങനിൽ വസിക്കണമേ, അങ്ങനെ സ്വന്തമാക്കണമേ. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഉണ്ടെങ്കിലേ മറ്റ് പ്രാർത്ഥനകൾക്ക് അർത്ഥമുള്ളൂ. നന്ദി പ്രകാശിപ്പിക്കുന്നതിലും യാചന പ്രാർത്ഥന നടത്തുന്നതിലും ആത്മരക്ഷയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതിലും. അതുകൊണ്ട് നമ്മുടെ നിരന്തരമായ പ്രാർത്ഥന, ദൈവം നമ്മളോടൊപ്പം, ദൈവം നഷ്ടപ്പെടരുത്. ഇന്ന് അനേകർക്ക് ദൈവം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഈശോ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അനുഗ്രഹങ്ങളുണ്ടാവും, പക്ഷേ ദൈവമില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് തന്നെ അർത്ഥമില്ല. അതുകൊണ്ട് ദൈവമേ, അങ്ങ് എന്നിൽ നിറയണമേ എന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ സർവ്വപ്രധാനമായ സർവോത്കൃഷ്ടമായ പ്രാർത്ഥന.